ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ചാപ്റ്ററിലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ലിറ്റ്മസിനെ കുറിച്ചുള്ളത്. ലൈക്കൻസ് എന്നു പേരുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ഡൈ ആണ് ലിറ്റ്മസ്. ലിറ്റ്മസിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫോം ലിറ്റ്മസ് പേപ്പേഴ്സാണ്. ഈ ലിറ്റ്മസ് പേപ്പറുകൾ 2 നിറങ്ങളിലാണ് പ്രധാനമായിട്ടും നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ബ്ലൂ, പിന്നെ റെഡ്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഒരു അസിഡിക് സൊല്യൂഷനിൽ മുക്കുമ്പോൾ അതിൻ്റെ നിറം റെഡ് ആവുന്നു. എന്നാൽ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഒരു അസിഡിക് സൊല്യൂഷനിൽ മുക്കിയാൽ അതിൻ്റെ നിറം മാറുന്നില്ല. ഇനി ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഒരു ബേസിക് സൊല്യൂഷനിൽ മുക്കിയാൽ അതിൻ്റെ നിറം ബ്ലൂ ആകുന്നു. അതേപോലെ തന്നെ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബേസിക് സൊല്യൂഷനിൽ മുക്കിയാൽ അതിൻ്റെ നിറം മാറുന്നില്ല. ഇനി ചില ആസിഡുകളെയും ബേസുകളെയും പരിചയപ്പെടാം. അതിലാദ്യത്തേത് വിനിഗറിലുള്ള അസറ്റിക് ആസിഡാണ്. രണ്ടാമത്തേത് ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ഫോർമിക് ആസിഡാണ്. മൂന്നാമത്തേത് നാരങ്ങ അല്ലെങ്കിൽ ലെമൺ, ഓറഞ്ച്, അംല അങ്ങനെയുള്ള സിട്രസ് ഫ്രൂട്ടുകളിലുള്ള സിട്രിക് ആസിഡാണ്. അടുത്തത് കേർഡ് അഥവാ തൈരിലുള്ള ലാക്റ്റിക് ആസിഡാണ്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഡൈജഷനെ സഹായിക്കുന്ന ഒരു സ്ട്രോങ് ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി കാർ ബാറ്ററീസിലുള്ള മറ്റൊരു ആസിഡിൻ്റെ പേരാണ് സൾഫ്യൂരിക് ആസിഡ്. ഇനി ചില ബേസുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് ലൈം വാട്ടർ അഥവാ നീറ്റ് കക്ക അല്ലെങ്കിൽ കുമ്മായ വെള്ളം ഇതിലൊക്കെ കാണുന്ന ഒരു ബേസിൻ്റെ പേരാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ബേസ് ആണ്. അടുത്തത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്ന ഇൻഡൈജഷൻ, ദഹനക്കുറവ്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഉറുമ്പ് കടിച്ചു കഴിയുമ്പോൾ ആ ഉറുമ്പ് കടിയുടെ വേദന മാറ്റാനായിട്ട് ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. കാരണം ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് ഫോർമിക് ആസിഡാണ്. അപ്പോൾ ആ ഫോർമിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ബേക്കിംഗ് സോഡ എന്ന ഈ ബേസിന് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.